കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത നിർമ്മാണത്തിലെ കാലതാമസം ഹൈക്കോടതി വിശദീകരണം തേടി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ PWD, KSTP, കരാറുകാർ എന്നിവരിൽ നിന്നും ഹൈക്കോടതി വിശദീകരണം തേടി. 250 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുങ്ങല്ലൂർ മുതൽ കൂർക്കഞ്ചേരി വരെ 35 കിലോമീറ്റർ നീളത്തിൽ റോഡ് വീതി കൂട്ടി നടപ്പാതയും കോൺക്രീറ്റ് റോഡും കാനയും പണിയാനായിരുന്നു പദ്ധതി. 2021 പണി തുടങ്ങി 2024 നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇതുവരെ 17 കിലോമീറ്റർ മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകരായ PA സീതി മാസ്റ്റർ, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേനയാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. പഴയ റോഡ് കുത്തിപ്പൊളിച്ച മിക്കവാറും സ്ഥലങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റോഡ് വീതി കൂട്ടുന്ന നടപടി കാര്യമായി നടന്നിട്ടില്ല. പല ബസ്സുകളും ഈ റൂട്ടിലൂടെ ഓട്ടം നിർത്തിവെച്ചിരിക്കുകയാണ്. റോഡ് പണിയുടെ ഇതുവരെയുള്ള പുരോഗതി അറിയിക്കാൻ സർക്കാരിൻ്റെ പരിശോധനാ വിഭാഗമായ ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് നിർദ്ദേശം നൽകണമെന്നും കരാറുകാരുടെ അനാസ്ഥ കൊണ്ടാണ് റോഡ് പണി നീണ്ടുപോകുന്നത് എന്ന് കണ്ടാൽ അവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ സംസ്ഥാന പാതയിലെ റോഡ് നിർമ്മാണം 2021 ആരംഭിച്ചതാണ്. കരാറ് പ്രകാരം 2024 പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ യാത്രാക്ലേശം ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇവിടെ കൂർക്കഞ്ചേരി വരെയാണ് ആദ്യം 35 കിലോമീറ്റർ കൊടുങ്ങല്ലൂരിൽ നിന്നും തീരുമാനമെടുത്തിട്ടുള്ളത്. എന്നാൽ നാളിതുവരെ ആയിട്ട് 3 വർഷം കൊണ്ട് 17 കിലോമീറ്ററാണ് പണി പൂർത്തീകരിച്ചത്. ബാക്കി ഭാഗങ്ങളെല്ലാം റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. വെള്ളക്കെട്ടും യാത്രാ ദുരിതവുമുണ്ട്. ഒരുപാട് പേർക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂർ പോയി വരാൻ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ 2 മണിക്കൂറും അതിൽ കൂടുതൽ സമയം എടുക്കാനുണ്ട്. എന്തുകൊണ്ടും ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് നാഷണൽ ഹൈവേ അല്ല, ഇത് സംസ്ഥാന പാതയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഇതിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ഈ റോഡ് നിർമ്മാണം നടത്താൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനും പൊതുപ്രവർത്തകനായ PA സീതി മാഷും കൂടി ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തിരുന്നു, അഡ്വക്കേറ്റ് ഷാനവാസ് മുഖേന. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരാറുകാരും അതേപോലെ PWDയോടും അതിൻ്റെ വിശദീകരണം ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഈ മാസം വീണ്ടും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് അടുത്ത കേസ് വരുന്നത്. ഏതായാലും എത്രയും വേഗം ഇതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ യാത്ര സുഗമമാക്കി കിട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.